ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും വെറൈറ്റിയുമായ ഒരു നെല്ലിക്കാപ്പുളിയുടെ ചട്നി ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ ഇത് നെല്ലിക്കാപ്പുളി എന്ന് പറയും, നെല്ലിപ്പുളി എന്ന് പറയും, ശീമനെല്ലിക്ക എന്ന് പറയും. ഇത് എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നെല്ലിപ്പുളി നല്ല ഭംഗിയായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഓരോന്നും ഇതുപോലെ ചതച്ചെടുക്കാം. ചതച്ചിട്ട് നമുക്കതിൻ്റെ അരി അങ്ങെടുത്ത് കളയാം. ഇപ്പോൾ ഞാൻ ആ നെല്ലിപ്പുളിയെല്ലാം നല്ലതുപോലെ ചതച്ച് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അതിൽ നിന്ന് എടുത്ത കുരുവാണ്, ഇത്രയും കുരു അതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ നെല്ലിപ്പുളി ദാണ്ട് ഈ പരുവത്തിനത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു 10-15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും, ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ നമുക്കിത് അരച്ചെടുക്കണം. നല്ല രുചിയുള്ള ഒരു ചട്നിയാണിത്. നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയ്ക്ക് രുചിയുള്ളതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ആ മസാല നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നെല്ലിപ്പുളി ചതച്ചത് മാറ്റി വയ്ക്കാം, നമ്മൾ അരച്ചെടുത്ത മസാലയും മാറ്റി വയ്ക്കാം. നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, ഒരു വലിയ സവാള അരിഞ്ഞത്, 1 ടീസ്പൂൺ കടുക്, ഇത്ര സാധനങ്ങൾ. ഒരു കടായി അടുപ്പേ വെച്ച് അത് ചൂടായിട്ടേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാകാൻ കൊടുക്കണം. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം അത് ഇളക്കിക്കൊണ്ടിരിക്കുവാനായിട്ട്. കടലപ്പരിപ്പും ഉഴുന്നും നല്ല ചുവന്ന നിറമാകുന്നത് വരെ നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കടലപ്പരിപ്പിൻ്റെയും ഉഴുന്നിൻ്റെയും കൂടെ തന്നെ കടുക് പൊട്ടി വരും. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും നല്ല ചുവന്ന നിറമായി വന്നിട്ടുണ്ട്, നമ്മുടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളിയും നല്ലതുപോലെ മൂത്ത് നല്ല ചുവന്ന നിറമാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് അത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ആ മസാല അങ്ങോട്ട് വീണപ്പോൾ തന്നെ നമുക്കൊരു കൊതിപ്പിക്കുന്ന ഒരു മണം നമുക്ക് വരുന്നുണ്ട്. ഈ നെല്ലിപ്പുളിയുടെ ചട്നി വളരെ സ്വാദുള്ളതാണ്. നെല്ലിപ്പുളി നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ നൽകുന്നതാണ്, വിറ്റാമിൻ സി ആണ്. നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകുവാനും ഇത് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇപ്പോൾ ആ മസാലയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ നെല്ലിപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ദിവസേന നമ്മൾ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നിലനിർത്തുവാനും നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. നമുക്കിത് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫാക്കാം.
ഇപ്പോൾ നമ്മുടെ നെല്ലിപ്പുളിയുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഇത് ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റുള്ളതാണ്. വീഡിയോ കണ്ടതിന് താങ്ക് യു.